ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പാർലമെന്റിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2024 ലോക്സഭ ചർച്ച ചെയ്തു. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ് ഓബ്ജക്ട്സ് ബിൽ 2025 രാജ്യസഭ പാസാക്കി. അതേസമയം വഖഫ് ഭേദഗതി ബിൽ 2025 നാളെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉറപ്പു നൽകിയതായി മന്ത്രി വീണ ജോർജ്. ആശമാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓട്ടിസം ഉൾപ്പെടെയുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മന്ത്രി ആർ ബിന്ദു. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനാചരണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച റൺ ഫോർ ഓട്ടിസം വാക്കത്തോൺ മന്ത്രി ഇരിങ്ങാലക്കുടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാം ഘട്ടം ഈ മാസം 11 നടക്കും. ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞമാണ് 2ാം ഘട്ടത്തിൽ നടക്കുന്നത്. കൊല്ലങ്കോട് മുതൽ മഞ്ചേശ്വരം വരെയുള്ള 590 കിലോമീറ്റർ കടൽ തീരത്ത് 12,000-ഓളം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിക്ക് പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഗ്രാന്റ് എത്രയും വേഗം അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. സർക്കാരിൽ നിന്നും ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് 2ാം ഗഡു കൊടുക്കുമെന്ന് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നിന്ന് എമ്പുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് പിടികൂടി. രഹസ്യ വിവരമനുസരിച്ച് തമ്പുരു കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ കമ്പ്യൂട്ടർ വളപട്ടണം പോലീസ് പിടിച്ചെടുത്ു. വ്യാജ പതിപ്പ് പിടികൂടിയതിനെ തുടർന്ന് കടപൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഉടമയ്ക്കെതിരെ ആന്റി പൈറസി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. CPIഎമ്മിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കം. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. ഈ മാസം 6-ന് സമ്മേളനം സമാപിക്കും. MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ കേരള സർവകലാശാല അടിയന്തര അന്വേഷണം നടത്തും. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരീക്ഷ വീണ്ടും നടത്തുമെന്നും സർവകലാശാല അറിയിച്ചു. 56ാമത് CASF സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കോസ്റ്റൽ സൈക്ലത്തോണിന് കൊല്ലം നഗരത്തിൽ സ്വീകരണം നൽകി. ഈ മാസം 7-ന് ഗുജറാത്തിലെ ലഖ്പത് ഫോർട്ട്, പശ്ചിമ ബംഗാളിലെ ബഖാലി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ കന്യാകുമാരിയിൽ സമാപിക്കും. പൈങ്കുനി ഉത്രം ഉത്സവം മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. 18 ദിവസം തുടർച്ചയായി ദർശനം നടത്താം. നാളെ രാവിലെ സന്നിധാനത്ത് കൊടിയേറ്റ് നടക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ കൊടിയേറും. രാവിലെ 8:45-ന് കൊടിയേറ്റിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ മാസം 10-ന് രാത്രി പള്ളിവേട്ടയും 11-ന് ആറാട്ടും നടക്കും. ചിത്രാ പൗർണമി ദിവസമായ 12-ന് ആറാട്ട് കലശത്തോടെ ഉത്സവം സമാപിക്കും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് എതിരെ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 15 ഓവറിൽ 4 വിക്കറ്റിന് 117 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് സേതു FCയെയാണ് ഗോകുലം തോൽപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളിലും നാളെ രാവിലെ 8 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണികൾക്കായി അരുവിക്കരയിലെ 74 MLD ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നിർത്തിവയ്ക്കുന്നതിനാണ് ഇത്. കോതമംഗലം വടാട്ടുപാറയ്ക്ക് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. ആലുവ സ്വദേശി സിദ്ദിഖ്, കാലടി സ്വദേശി അബു ഫായിസ് എന്നിവരാണ് മുങ്ങിമരിച്ചത്. വിനോദസഞ്ചാരത്തിനായി എത്തിയ സംഘത്തിൽപ്പെട്ടവരാണ് ഇരുവരും. ആദിവാസി യുവാവ് വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായതായും വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കൽപ്പറ്റ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് KSEB. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 15-ന് മുൻപായി ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പിഴ ഈടാക്കുമെന്നും KSEB അറിയിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും 20 ഗ്രാം ലഹരി വസ്തു പിടികൂടി. ആളില്ലാത്ത മുറിയിൽ നിന്നാണ് എക്സൈസ് സംഘം ലഹരി വസ്തു കണ്ടെത്തിയത്. ഹോസ്റ്റലിലെ 20ഓളം മുറികളിലാണ് പരിശോധന നടത്തിയത്. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് ഇന്നു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രാദേശിക വാഹനങ്ങൾക്ക് പുറമെ പ്രതിദിനം 4000 വാഹനങ്ങൾക്ക് മാത്രമേ കൊടൈക്കനാലിലേക്ക് പ്രവേശനം അനുവദിക്കൂ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.